നമസ്കാരം. ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഇന്നലെ ഇന്ത്യയുടെ അഭിമാനം കാക്കുക മാത്രമല്ല, അതിന്റെ യശസ് വാനോളം ഉയർത്തി ഇന്ത്യക്കാർക്ക് 145 കോടി ജനങ്ങൾക്ക് ഒരു ആത്മാഭിമാനം, എന്താ പറയാ, ഒരു ഉൾപ്പുളകം സൃഷ്ടിച്ച ഒരു മുഹൂർത്തമാണ് കഴിഞ്ഞു പോയത്. സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള നിലപാട്, ആ രാജ്യത്ത് ആ സ്നേഹം, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള നിലപാട്, അത് അതേ നിലപാടൊന്നും അല്ല, അത് നേരത്തെ അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പും പാകിസ്ഥാനുമായി കൈ കൊടുക്കേണ്ട സാഹചര്യത്തിൽ പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറ്റില്ല. കാരണം ഒരു സൗഹൃദ രാജ്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു അല്പമെങ്കിലും സഹകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. പണ്ടത് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇന്ത്യൻ ക്രിക്കറ്റർ ശ്രീശാന്തും ഇന്ത്യൻ ടീമും പാകിസ്ഥാൻ ടീമും ഒക്കെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന പല കളിക്ക് ശേഷം ഒരു ഇരുന്ന് പല പ്രോഗ്രാം ചെയ്യുന്നതും പല പല സന്ദർഭങ്ങളും നമ്മൾ വീഡിയോയിൽ കാണാം. ശ്രീശാന്ത്, ഷാരൂഖ് ഖാനും ഒക്കെ ഡാൻസ് ചെയ്യുന്ന, പ്രീതിയോടൊത്തൊക്കെ ഡാൻസ് ചെയ്യുന്ന സീനൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. അത് ആ കാലം ശത്രുത നിലനിൽക്കുന്നുണ്ടെങ്കിലും സഹകരിച്ച് പോകാൻ പറ്റുന്ന, സ്പോർട്സിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്ന വിധ സാഹചര്യങ്ങൾ അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് കാരണമായിട്ടുള്ള കാര്യം നമുക്കറിയാം. ഇന്ത്യൻ മണ്ണിലേക്ക് ഭീകരർ നുഴഞ്ഞു കയറി ഇവിടെ കുറച്ചു പേരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഒരു വല്ലാത്തൊരവസ്ഥ. ആ ഒരു ഫീലിംഗ് നമുക്കൊരിക്കലും മാഞ്ഞു പോകില്ല, നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനമുള്ള ഒരാളും, അത് സ്പോർട്സിലായിക്കോട്ടെ മറ്റെവിടെ ആയിക്കോട്ടെ, അവരുമായിട്ട് സന്ധി ചെയ്യാൻ തയ്യാറാവില്ല. പിന്നെ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ചിലപ്പോൾ ഒരുമിച്ച് ഇരിക്കേണ്ടി വരും, ഒരുമിച്ച് കളിക്കേണ്ടി വരും, അതൊക്കെ വേണ്ടി വരും. പക്ഷെ എന്ന് വെച്ചിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ സൂര്യകുമാർ യാദവ് ഒന്നുകൂടി ചെയ്തു. ഇന്ത്യ കളി വിജയിച്ച ശേഷം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മോഹ്സിൻ നഖ്വി, പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. ഒരു തരത്തിലും നമുക്ക് യോജിച്ചു പോകാൻ കഴിയില്ല. കാരണം പാകിസ്ഥാന്റെ അമിത്ഷാ എന്നാണ് അവർ പറയുന്നത്. കാര്യം ഇന്ത്യക്ക് വേണ്ടി ശക്തമായ ഒരു നിലപാടെടുക്കുന്ന ഇന്ത്യയിൽ അമിത്ഷാ എന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യക്കെതിരെ എന്ത് ചെയ്യാമെന്ന് കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പാകിസ്ഥാനിലെ ഈ പറഞ്ഞ നഖ്വി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളിൽ നിന്ന് എന്തിന്റെ പേരിലായാലും കൈ കൊടുക്കാനോ സമ്മാനം വാങ്ങാനോ ഇന്ത്യൻ ടീം തയ്യാറാകില്ല എന്നുള്ളത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നം. അതിന് ആരും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇന്നലെ കളിയുടെ പല ഘട്ടങ്ങളിലും ഒരുപക്ഷെ ഈ ഒരു മുഹൂർത്തം നമുക്ക് ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന വിധത്തിലുണ്ടായിരുന്നു. കാര്യം ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റിൽ എത്ര മോശം ടീമുകളൊന്നുമല്ല. ഇന്ത്യയുടെ തുടക്കം വളരെ മോശമായിരുന്നു. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഫൈനലിൽ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ തോൽക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഇല്ല. അതാണ് ഒരു രീതി എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒക്കെ ഈ ഒരു സാഹചര്യത്തിൽ അവസാനം വരെ പൊരുതി നേടാനുള്ള ഒരു ത്രാണി ഉണ്ട്. ഇവിടെയും നഷ്ടപ്പെട്ടു പോയിരുന്ന സമയത്ത് സഞ്ജു സാംസൺ അടക്കം, നമ്മുടെ മലയാളി, നമ്മുടെ ചെറുപ്പക്കാരനടക്കം കൈപിടിച്ച് വീണ്ടും കയറ്റി അവസാന ഓവറിൽ ഇന്ത്യ വിജയതീരം അണയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് ഏഷ്യ കപ്പ് കൊണ്ടുവരേണ്ടതാണ്, ട്രോഫി കൊണ്ടുവരേണ്ടതാണ്. ഇന്ത്യ വിജയിച്ചിട്ടുണ്ടെങ്കിലും നഖ്വിയിൽ നിന്ന്, അതായത് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി അതിനുവേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്നോ കപ്പ് നമുക്ക് വേണ്ട എന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഉറച്ച തീരുമാനമാണ്, നല്ലൊരു തീരുമാനം. അതിനെയാണ് നമ്മൾ പിന്തുണയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അത് സ്വീകരിച്ചില്ല. അദ്ദേഹത്തിൽ നിന്ന്, അതായത് മോഹ്സിൻ നഖ്വിയിൽ നിന്ന് ഇന്ത്യ സ്വീകരിച്ചില്ല. വേറെ ആര് തന്നോട്ടെ, കുഴപ്പമില്ല, ആര് തന്നാലും കുഴപ്പമില്ല. അവിടെ നിന്നുള്ള ആര് എങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിജയിച്ച കപ്പ് ഇത്. പക്ഷെ ഇയാളിൽ നിന്ന് വാങ്ങാന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണിൽ കയറിയിട്ട് ഇമാരുടെ തെമ്മാടിത്തരം മുഴുവൻ കാണിച്ച് ഇവിടെ സിന്ദൂരം മായ്ച്ച് കളഞ്ഞ് നമ്മളെന്നുള്ള അടിയും വാങ്ങി ഇമാതിരി എപ്പോഴും ഇന്ത്യ തീർക്കണം നമ്മൾ ഒറ്റ ചിന്തയിൽ നടക്കുന്ന ഒരാളിൽ നിന്ന് ആ കപ്പ് ഏറ്റുവാങ്ങാന്ന് പറഞ്ഞാൽ എന്താ പിന്നെ കഥ? നമ്മൾ അങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും കപ്പ് വാങ്ങാതെ ഇന്ത്യയിലേക്ക് പോകുന്നു, കളി കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് പോകുന്നു. പക്ഷെ ഏറ്റവും രസം എന്താണെന്നറിയാം, ഈ ഏഷ്യ കപ്പ് അതും കക്ഷത്ത് വെച്ചുകൊണ്ട് മൂപ്പരങ്ങ് നേരെ പാകിസ്ഥാനിലേക്ക് പോയി. അതായത് തോറ്റ ടീം കപ്പ് കൊണ്ടുപോയി, ഇന്ത്യക്ക് ആ കപ്പ് കൊടുത്തില്ല. ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയിലേക്ക് ആ കപ്പ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹ്സിൻ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അയാൾ അത് കക്ഷത്ത് വെച്ചുകൊണ്ട് നേരെ പാകിസ്ഥാനിലേക്ക് പോയി. എന്റെ അറിവ് ശരിയാണെങ്കിൽ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഒരു ജയിച്ച ടീമിന്റെ കപ്പും കക്ഷത്ത് വെച്ചുകൊണ്ട് തോറ്റ ടീം പോയത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയാണ്. അത് നേരെ ചൊവ്വയുള്ള കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു രാജ്യത്ത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരൻ എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു രാജ്യത്ത് അവരുടെ കാൽക്കീഴിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ഒരു കോംപ്രമൈസും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അത് സൂര്യകുമാർ യാദവ് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമല്ല, ഞാനും നിങ്ങളും അടങ്ങുന്ന
വലിയൊരു വിഭാഗത്തിന്റെ തീരുമാനം തന്നെയാണ്. ഇതിന്റെ ഇടയിൽ ചിലരൊക്കെ ഉണ്ട് വിമർശിക്കുന്നത്. അവർക്ക് വിമർശിക്കട്ടെ, അവരുടെ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കട്ടെ. പോട്ടെ. Different angles. Don't forget to subscribe and support this channel.